നല്ല ആവിയൊക്കെ പറക്കണ ഒരു മന്തി ഉണ്ടാക്കിയാലാ? ചിക്കൻ അല്ല കേട്ടാ, മട്ടനാണ്. വീക്കെൻഡിലോട്ട് വീഡിയോ സേവും ഷെയറും ഒക്കെ ചെയ്ത് വെച്ചോ. വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പൊളിക്കാം. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അതിന് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഏലക്ക, കരയാമ്പൂ, കുരുമുളക്, ചെറിയ ജീരകം, പട്ടയും മല്ലിയും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഈ പൗഡർ മട്ടനിലോട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ മുളകും ഉപ്പും, പിന്നെ നമ്മളുടെ ഈ ഒരു മീറ്റ് ഉണ്ടല്ലോ വേഗം വേവാനും അതേപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് വിനീഗർ ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1.5 കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ റൈസ് അത് കുറച്ചധികം വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. ഇനി ഒരു പാനിലുണ്ടല്ല കുറച്ച് എണ്ണ വെച്ചിട്ട് ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ചെറിയ ജീരകം, പട്ട, മല്ലി, പിന്നെ ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, ഒന്നങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് വയറ്റി ഈ ഒരു കോലത്തിൽ കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനില്ലേ അത് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മളുടെ മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഇല്ലേ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇതിനകത്തേക്ക് ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു സെമി ഗ്രേവിയിൽ അല്ലെങ്കിൽ ഒരു കുഴകുഴമ്പ പാകത്തിലൊക്കെ എത്തിക്കഴിയുമ്പോണ്ടല്ലോ കുറച്ചധികം പൊതിന പിന്നെ ഒരു ഇത്തിരി മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുക, അതിൻ്റെ പുറകെ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കുക, ഒരു 3-4 പൊതിനൻ്റെ എല്ലാം പിച്ചിക്കീരാവും ചേർത്തോളൂ കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ ആദ്യം പഴുത്ത മുളകാണ് കുത്തിയത്. എന്നിട്ട് അതിന് കണ്ണിട്ടാണ്ടിരിക്കാൻ ഒരു പച്ചമുളക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നല്ലൊരു ആവി ഇങ്ങോട്ട് വന്നാൽ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്തോളൂ കേട്ടോ.